ഹായ്, ഞാൻ ഡോക്ടർ ഫൈസൽ ഹുസൈൻ. ഇവിടെ എറണാകുളത്ത് BMG ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. വിദേശത്ത് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾ എങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. FMGL 2021 റെഗുലേഷൻസ് NMC പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തിന്റെ ഇന്ത്യൻ എംബസിയിൽ നിന്നും അതുപോലെ അക്രഡേഷൻ ബോർഡിൽ നിന്നും പറഞ്ഞിരിക്കുന്ന ഡ്യൂറേഷൻ, ഇന്റേൺഷിപ്പ്, ലാംഗ്വേജ് എന്നിവയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക. കൂടാതെ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയുള്ള വർക്ക് പെർമിറ്റ് റൂൾ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ലോ എപ്രകാരം എന്ന് മനസ്സിലാക്കുക. ഓരോ രാജ്യത്തിൻ്റെയും ഇത്തരം റൂളുകൾ നിങ്ങൾ മനസ്സിലാക്കാതെ വിദേശ രാജ്യങ്ങളിൽ അഡ്മിഷൻ എടുത്താൽ ഒരുപക്ഷെ അവിടുത്തെ പഠനം കഴിഞ്ഞ് ഇന്ത്യയിൽ വരുമ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അത് ചിലപ്പോൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ FMG അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാമിനേഷൻ എഴുതാൻ നിങ്ങൾക്ക് അംഗീകാരമില്ലാതായി മാറാം. ഏതൊക്കെ രാജ്യങ്ങളിൽ അഡ്മിഷൻ എടുക്കണം അല്ലെങ്കിൽ അവിടെയൊക്കെ അംഗീകാരമുണ്ട്, WHO അംഗീകാരമുണ്ട്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ എല്ലാ റൂളുകളും പാലിക്കുന്നുണ്ടോ, ഇംഗ്ലീഷ് മീഡിയം ആണോ, ഡ്യൂറേഷൻ 6 വർഷമാണോ, അതോ ഇൻറ്റേൺഷിപ്പ് അടക്കം 6 വർഷമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അഡ്മിഷൻ എടുക്കുക. വിദേശ പഠനം വളരെ മികച്ച രീതിയിലാവണമെങ്കിൽ അഡിൽ സ്റ്റഡി അബ്രോഡുമായി കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ഡോക്ടേഴ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ്.